വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാനീയരും ആദരണീയരുമായ വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും ജീവിതത്തിൽ നിറഞ്ഞ സമാധാനവും ക്ഷേമവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് ഇവിടെ ചേർന്നിരുന്നത് അർത്ഥവത്തും ഫലപ്രദവുമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ വിഷയത്തിലേക്ക് കിടക്കുന്നു. നമ്മുടെ ബഹുമാന്യനായ ഓണറബിൾ ജസ്റ്റിസ് കമാൽ പാഷ, അദ്ദേഹത്തിന് പോകാൻ തിരക്കുള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു അവാർഡ് ദാനം നടത്തേണ്ടി വന്നത്. വളരെ ഉദാരപൂർവം അതിന് അനുമതി നൽകിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഹൃദയപൂർവ്വം നന്ദി പറയും. സാന്ത്വനസ്പർശം പാലിയേറ്റീവ് കെയർ 2017 പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് നിന്നും തുടങ്ങിയതാണ്. 2018 ഒരു വാഹനമൊക്കെ കിട്ടി വ്യാപകമായ ഒരു വ്യവസ്ഥാപിതമായ ഹോം കെയർ സേവനത്തിലേക്ക് കടക്കുകയുണ്ടായി. അതിനുശേഷം ഇന്ന് പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ, സാന്ത്വനസ്പർശം പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ ഇതുവരെ എത്തിയില്ല. സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു പാലിയേറ്റീവ് കെയർ അവാർഡ് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചത്. കേരളത്തിൽ തന്നെ പാലിയേറ്റീവ് സേവനങ്ങളുടെ പേരിൽ ഏർപ്പെടുത്തിയ ആദ്യത്തെ ഒരു അവാർഡാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പാലിയേറ്റീവുകൾ ഏതാണ്ട് 70% ഉണ്ട്. ദേശീയ ആവറേജ് 2% മാത്രമാണ് പാലിയേറ്റീവ് സേവനങ്ങളുടെ അവൈലബിലിറ്റി. പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ വടക്കൻ ജില്ലകളെ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളെ അപേക്ഷിച്ച് വളരെ പുറകിലാണ്. ഇനിയും സ്വയം പര്യാപ്തത വരിക്കേണ്ട ഒരു മേഖലയാണ്. ഇപ്പോ മുല്ലശ്ശേരി ബ്ലോക്കിലാണ് ഏറെക്കുറെ സാന്ത്വനസ്പർശം പാലിയേറ്റീവ് നിറഞ്ഞു നിന്ന് സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറവും പലപ്പോഴും നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് ഓടിയെത്താൻ കഴിയാറില്ല. നമ്മളിങ്ങനെ ചർച്ച ചെയ്തപ്പോഴും പ്രസിഡന്റിന്റെ മനസ്സിൽ ഉദിച്ചൊരു ആശയമാണ് നമുക്ക് സംസ്ഥാന തലത്തിൽ തന്നെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നത്. സേവന മേഖലകളിൽ തന്നെ ഏറ്റവും ശ്രമകരമായ ഒരു മേഖലയാണ് പാലിയേറ്റീവ് സേവനം എന്ന് പറയുന്നത്. ഈ സേവനത്തിൽ ഏതാണ്ട് 1993 കേരളത്തിലെ പാലിയേറ്റീവ് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. കോഴിക്കോട്ട് നിന്നു ഒരു 1/4 നൂറ്റാണ്ടിന്റെ ചരിത്രമേ ഉള്ളൂ. പക്ഷേ ദേശീയ ആവറേജ് 2 തന്നെ കേരളം 70% എത്താൻ കഴിഞ്ഞു. ഇങ്ങനെ കേരളത്തിൽ ഏതാണ്ട് 900-ഓളം പാലിയേറ്റീവ് യൂണിറ്റുകളാണ് ഉള്ളത്. 60,000-ഓളം പാലിയേറ്റീവ് വളണ്ടിയേഴ്സ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനൊന്ന് ത്വരിതപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തിയത്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പാലിയേറ്റീവ് രംഗത്ത് ഏറ്റവും സമർപ്പിതമായ നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ, നഴ്സ്, വളണ്ടിയർ എന്നിവരെയാണ് നമ്മൾ അവാർഡിനായി പരിഗണിച്ചത്. അവാർഡ് പ്രഖ്യാപനം നടത്തി നോമിനേഷനുകൾ ക്ഷണിച്ചപ്പോൾ ഒരുപാട് നോമിനേഷനുകൾ ഒന്നും നമുക്ക് കിട്ടിയില്ല. നിസ്വാർത്ഥ സേവനം എന്ന് പറഞ്ഞാൽ ഒരു പ്രകടനാത്മകതയില്ലാത്ത സേവനങ്ങളായിട്ട് നടത്തുന്നവരാണ് പലരും. പക്ഷേ കിട്ടിയതിൽ എല്ലാവരും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. ഏറ്റവും എങ്ങനെ തിരഞ്ഞെടുക്കുമെന്നത് ജൂറി ടീം അനുഭവിച്ച വലിയൊരു പ്രയാസമാണ്. നമുക്ക് ഏറ്റവും മികച്ച പാലിയേറ്റീവ് ഡോക്ടറായി തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജെറി ജോസഫ്. ഡോക്ടർ ജെറി ജോസഫ്
പുതുക്കാട് ഹോം ഓഫ് ഹോപ്പ് പ്രതീക്ഷാ ഭവനം എന്ന എന്ന പാലിയേറ്റീവ് കെയറിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ സ്ഥാപകനാണ്, മാനേജിംഗ് ട്രസ്റ്റി മെമ്പറാണ്. അദ്ദേഹം MBBS ചെയ്യുന്നത് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരിൽ നിന്നാണ്. അനസ്തീഷ്യയിൽ അദ്ദേഹത്തിന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നും DNB ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പാലിയേറ്റീവ് മെഡിസിൻ ഓസ്ട്രേലിയ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അണ്ണാമല യൂണിവേഴ്സിറ്റി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബയോ എത്തിക്സ് പോർച്ചുഗൽ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ. വേറെയും ഒരുപാടുണ്ട്, ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ കാർഡിൽ. അദ്ദേഹം സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്, പിന്നീട് മിംസ് കാലിക്കറ്റിലാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള സേവനം ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ഖത്തറിലാണ്. അദ്ദേഹം കുഹാസ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് അവിടെ വിസിറ്റിംഗ് ഫാക്കൽറ്റി മെമ്പറാണ്. അതേപോലെ തന്നെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ ക്ലിനീഷ്യൻ ബയോ എത്തിക്സ് ടീമിലെ ലീഡറാണ്. അതേപോലെ തന്നെ IMAയുടെ കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ ട്രെയിനറാണ്. കൂടാതെ പാലിയേറ്റീവ് രംഗത്ത് 2012 മുതൽ തന്നെ സ്വന്തമായി ഒരു സ്ഥാപനം സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈയെടുക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും ഓടി നടക്കുകയും ചെയ്ത് ഒരു സ്ഥാപനം സാധ്യമാക്കി വളരെ വിശിഷ്ടമായ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം സേവനങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സേവനങ്ങൾ പാലിയേറ്റീവ് രംഗത്ത് ഹോം ഓഫ് ഹോപ്പ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ നമുക്ക് ഇവിടെ ആദരിക്കാനും അനുമോദിക്കാനും അദ്ദേഹത്തിന്റെ സേവനങ്ങൾ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്താനും കിട്ടിയ അവസരം വളരെ വലിയ ഒരു അനുഗ്രഹമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് ഈ അവാർഡ് സ്പോൺസർ ചെയ്തത്, സാന്ത്വനസ്പർശം പാലിയേറ്റീവ് അവാർഡ് ഏറ്റവും നല്ല ഡോക്ടർക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ജോസഫ് OK ആണ്. മുതിർന്ന തലമുറക്കൊക്കെ പരിചയമുണ്ടാവും OK വൈദ്യരെ. അദ്ദേഹം തത്വത്തിൽ നമ്മുടെ മേഖലയിലെ, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യത്തെ പാലിയേറ്റീവ് പ്രവർത്തനമായിരിക്കും. പാലിയേറ്റീവ് എന്നൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓരോ വീട്ടിലും കയറി നടന്നു ആളുകൾക്ക് വേണ്ട സഹായവും സാന്ത്വനവും ചികിത്സയും ഒക്കെ കൊണ്ടുകൊണ്ടിരുന്ന യശശരീരനായ ഡോക്ടർ OK ജോസഫ്, അദ്ദേഹത്തെയും ഈ വേദിയിൽ അനുസ്മരിക്കാൻ ഒരു അവസരമുണ്ടായത് വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഈ അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടർ ജെറി ജോസഫിനെയും അത് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഓണറബിൾ ചീഫ് ജസ്റ്റിസ് കമാൽ പാഷ അവர்களെയും ക്ഷണിക്കുന്നു. OK ഫാമിലിയിൽ നിന്ന്, ഒലക്കെങ്കിൽ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരണമെന്ന് അപേക്ഷിക്കുന്നു. സോ നമ്മളിപ്പോ ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അവാർഡ് ദാന ചടങ്ങിനാണ്. അതിനർഹനായിട്ടുള്ള ഡോക്ടർ ജെറി ജോസഫിനെ വളരെ സ്നേഹപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹോം ഓഫ് ഹോപ്പ് പുതുക്കാട്. And the award is sponsored by All Kingle Family Poverty on behalf of OK Joseph Vaidya. And I request Kerala High Court retired judge Mr. B. Kamal Pasha to honor Jerry Joseph. വളരെ വലിയൊരു കയ്യടിയോടുകൂടി തന്നെ നമുക്കത് ചെയ്യാം. Congratulations, sir. Thank you. Please be seated. തൃശൂർ ജില്ലയിൽ നിന്നും ഏറ്റവും നല്ല പാലിയേറ്റീവ് സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നഴ്സിനുള്ള അവാർഡാണ്. സിസ്റ്റർ അജി ഷേർലിയാണ് ഈ അവാർഡിന് അർഹരായിട്ടുള്ളത്. അവർ കുന്നംകുളം ചിറ്റൂർ സ്വദേശിയാണ്. കുന്നംകുളം റോയൽ ഹോസ്പിറ്റലിൽ നിന്നാണ് അദ്ദേഹം നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കിയത്. പല ആസ്പത്രികളിലും അതിനെ തുടർന്ന് അവര് ജോലി ചെയ്തിട്ടുണ്ട്. 2010 നഴ്സിംഗ് സേവനം നിർത്തി
ആശാ വർക്കറായിട്ട് കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു മനസ്സും അവർ കാണിക്കുകയുണ്ടായി. ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് ഇതോടൊപ്പം തന്നെ പാലിയേറ്റീവ് മെഡിസിനിൽ BCC സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കി. കുന്നംകുളം ക്ലിനിക്ക്, ഓട്ടുപാറ ജില്ലാ ഹോസ്പിറ്റൽ എന്നിവയിൽ ജോലി ചെയ്തിട്ടുണ്ട്. 2017 മുതൽ സ്നേഹസ്പർശം പാലിയേറ്റീവിലാണ് അവർ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് വടക്കേക്കാട് അഭയം പാലിയേറ്റീവ് മുതലുള്ള പല പാലിയേറ്റീവുകളിലും അവർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2017 മുതൽ തൃത്തലയോടുള്ള സ്നേഹസ്പർശം പാലിയേറ്റീവിലാണ് ദീർഘകാലമായി പാലിയേറ്റീവിന് വേണ്ടി ഓടി നടക്കുന്ന, വീടാന്തരം കയറിയിറങ്ങുന്ന, യാതൊരു സങ്കോചവുമില്ലാതെ നിർലോഭം സമൂഹത്തിൽ സേവനങ്ങൾ ദാനം ചെയ്യുന്ന അവരെ ഈ വേദിയിൽ ആദരിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമായി നമുക്ക് മനസ്സിലാക്കുക. ഒരുപാട് ജീവിത പാഠങ്ങൾ അവരിൽ നിന്ന് നമ്മൾ പഠിക്കാനുണ്ട്. കോവിഡ് കാലത്ത് ലോകം മുഴുവൻ ട്രിപ്പിൾ ഡോക്കിൽ അടച്ചിരുന്നപ്പോഴും പാലിയേറ്റീവ് സേവനങ്ങളുമായി ഓടി നടന്നവരാണ് എന്നതാണ് അവരുടെ പ്രൊഫൈലിൽ കാണിച്ച ഒരു പ്രത്യേകത. നമ്മൾ സ്നേഹപൂർവ്വം ഈ ആദരം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി സിസ്റ്റർ അജി ഷേളിയെ ക്ഷണിക്കുന്നു. അതവർക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ജമാൽ പാഷ അവർക്കിലേക്ക് ക്ഷണിക്കുന്നു. ഈ പാലിയേറ്റീവ് അവാർഡ് അവർക്ക് ദാനം ചെയ്യുന്നത് അൽമുഫ്ത റെൻഡേക്കാറാണ്. ഖത്തറിലുള്ള ഒരു ബിസിനസ് സ്ഥാപനമാണ് അവർക്ക് വേണ്ടി ഈ അവാർഡ് സമ്മാനിച്ചത്. ശ്രീമതി അജി ഷേളിയാണ് ഇപ്പോൾ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. മികച്ച നഴ്സിനുള്ള അവാർഡാണ് അജി ഷേളി ഏറ്റുവാങ്ങുന്നത്. And award is sponsored by Al Mukhtar Rennekar Company, Doha. അവാർഡ് നൽകുന്നത് നമ്മുടെ സ്വന്തം റിട്ടയർഡ് ജഡ്ജ് മിസ്റ്റർ ബി കമാൽ പാഷ. താങ്ക് യു മാം. താങ്ക് യു സർ. പ്ലീസ് ബി സീറ്റഡ്. അടുത്തതായിട്ട് പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല വളണ്ടിയർക്കുള്ള അംഗീകാരമാണ്. ഇത് പറയുമ്പോൾ എന്തുകൊണ്ടോ ഒരു പാലിയേറ്റീവ് വളണ്ടിയർ എന്ന നിലയ്ക്ക് ഒരു ഗദ്ഗതമൊക്കെ ഉണ്ടാകുന്നു. 3-ാമത്തെ വയസ്സ് മുതൽ ശരീരത്തിൽ 75% പോളിയോ ബാധിച്ച് തളർന്ന് വീൽ ചെയറിലായ ഒരു മനുഷ്യന്റെ വിപ്ലവാത്മകമായ സേവന പ്രവർത്തനങ്ങൾ. അദ്ദേഹം കുട്ടിക്കാലത്ത് മുതൽ തന്നെ സേവന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസമൊക്കെ അദ്ദേഹം പ്രൈവറ്റ് ആയിട്ട് ആണ്. അദ്ദേഹത്തിന്റെ ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു സ്വകാര്യമായി പ്രൈവറ്റ് ആയിട്ടാണ് അദ്ദേഹം പഠനം പൂർത്തിയാക്കിയത്, ബിരുദം നേടിയത്. 15 വയസ്സ് മുതൽ തന്നെ അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകനായി. 1980-കളിൽ നമുക്കറിയാം എയ്ഡ്സിനെ കുറിച്ചുള്ള വ്യാപകമായ ആവലാതികളുടെ കാലത്ത് എയ്ഡ്സ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും വോളണ്ടിയറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സാക്ഷരതാ മിഷന്റെ ഒരു ഭാഗമായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ വൈവിധ്യമായ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നത് തന്നെ ഒരു സന്തോഷമാണ്. വാർത്താവിനിമയ മന്ത്രാലയത്തിൽ നിന്നും റേഡിയോ നിലയത്തിനുള്ള ലൈസൻസ് സമ്പാദിച്ചു. റേഡിയോയിലൂടെ വളരെ വിപുലമായ ബോധവൽക്കരണ പരിപാടികളും പ്രഭാഷണങ്ങളും ഒക്കെ അദ്ദേഹം നടത്തി. അതിൽ അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങളും ലഭിക്കുകയുണ്ടായി. 2011 മുതൽ സജീവമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ്. കാരുണ്യ വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ച് അദ്ദേഹം രജിസ്റ്റർ ചെയ്തു പ്രവർത്തനം ആരംഭിച്ചു. കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇതിലാണ് അദ്ദേഹത്തിന്റെ സേവനം ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് എല്ലാ തരത്തിലുള്ള നഴ്സിന്റെയും ഡോക്ടറിന്റെയും വോളണ്ടിയേഴ്സിന്റെയും ഒക്കെ ഹോം കെയർ ഇപ്പോൾ വിപുലമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. 2017 അദ്ദേഹം തന്റെ പാലിയേറ്റീവിനകത്ത് തന്നെ ഒരു ജൻ ഔഷധിയുടെ സ്റ്റോറും തുടങ്ങുകയുണ്ടായി. അത് അവിടെ സേവനം അനുഷ്ഠിക്കുന്നവർക്ക് അവിടുത്തെ സേവനം
ഉപയോഗപ്പെടുത്തുന്നവർക്ക് കൂടുതൽ സഹായകരമാകുമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് 2024 കഴിഞ്ഞ വർഷം 6000 ചതുശ്ര അടിയിൽ ഒരു 3 നില കെട്ടിടം പണിയാനുള്ള ശ്രമം ആരംഭിച്ചു. സ്പോൺസേഴ്സിന്റെ സഹായത്തോടു കൂടി അതൊരു വലിയ പാലിയേറ്റീവ് സംഭവം, കേരളത്തിലെ തന്നെ ഒരു വലിയ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി സംരംഭമായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയൊന്ന് മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നമുക്ക് നൽകാം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാലിയേറ്റീവ് ക്ലിനിക്കിൽ എല്ലാ ദിവസവും ഹോം കെയർ സേവനങ്ങൾ നടക്കുന്നുണ്ട്. പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, നാട്ടിലെ അന്തിക്കാട് പ്രദേശത്തെ ബ്ലോക്കിലെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും, എല്ലാ സാമൂഹ്യ സേവന രംഗത്തും, സാംസ്കാരിക രംഗത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നിർബന്ധമാണ് എന്നതാണ് നാടിന്റെ അവസ്ഥ. അദ്ദേഹത്തെ ഇവിടെ വെച്ച് ആദരിക്കാൻ നമുക്ക് കിട്ടിയത് നമ്മുടെ സൗഭാഗ്യമായി മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ വീൽ ചെയർ ഒന്ന് ഇങ്ങോട്ട് അടുപ്പിച്ച് വേണ്ട, ഓക്കെ, സാറ് അങ്ങോട്ട് ചെല്ലാമെന്നാണ് പറഞ്ഞത്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സഹോദരൻ ശ്രീ മുരുകൻ അന്തിക്കാട് അവർകളെ അത് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കമാൽ പാഷയെ സാദരം ക്ഷണിക്കുന്നു. ഇതിനോടൊപ്പം ഈ അവാർഡ് സ്പോൺസർ ചെയ്യുന്നത് പടുവങ്കൽ ഫാമിലിയാണ്. സഹോദരൻ സലീം കൊട്ടുക്കൽ, NP ഉമർ, ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ചേർന്ന് നിൽക്കണം. സലീം കൊട്ടുക്കൽ, NP ഉമർ. ഒരു ലിവിംഗ് ഇൻസ്പിറേഷൻ തന്നെയാണ് ശ്രീ മുരുകൻ അന്തിക്കാട്. വളണ്ടിയർ കാരുണ്യ അന്തിക്കാട് ബെസ്റ്റ് വളണ്ടിയറിനുള്ള അവാർഡാണ് അദ്ദേഹം റിട്ടയർഡ് ജഡ്ജ് മിസ്റ്റർ ബി കമാൽ ബാഷയിൽ നിന്ന് കൈപ്പറ്റുന്നത്. ആൻഡ് ദ അവാർഡ് ഈസ് സ്പോൺസർഡ് ബൈ AB പടുവങ്ങൽ ഫാമിലി വെൺമേനാട്. സോ ഈ ഫാമിലിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവരുടെ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അവരെ വളരെ സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ വലിയൊരു കയ്യടി നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാം. ശ്രീ മുരുകൻ അന്തിക്കാട്, ബെസ്റ്റ് വളണ്ടിയർ കാരുണ്യ അന്തിക്കാട്. താങ്ക് യു സർ. ഇനി നമുക്ക് നമ്മുടെ ജില്ലയിൽ പാലിയേറ്റീവ് സേവനങ്ങൾ 100% ലഭ്യമായ ഒരു ചുറ്റുപാടിനു വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് ആവട്ടെ. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും നമുക്കത് സാധ്യമാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ ഈ ഏറ്റവും നല്ല പാലിയേറ്റീവ് സേവകരെ തെരഞ്ഞെടുത്ത നമ്മുടെ ജൂറികളെയും ഈ സമയത്തൊന്ന് പരാമർശിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. 3 പേരാണ് ജൂറി ടീമിൽ ഉണ്ടായിരുന്നത്. ഒന്നാമതായി ഡോക്ടർ സ്വർണം, അവര് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ റിട്ടയർഡ് പ്രിൻസിപ്പാളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പാളായി സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്തവരാണ്. സാന്ത്വന സ്പർശം പാലിയേറ്റീവിന്റെ അഡ്വൈസറി ബോർഡിലെ മെഡിക്കൽ പാനലിന്റെ ഹെഡുമാണ്. രണ്ടാമതായി ഡോക്ടർ മേരി പീറ്റർ. ഡോക്ടർ ദീർഘകാലം നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആയി വർക്ക് ചെയ്തതാണ്. MSc നഴ്സിംഗ് ആണ്. വളരെ കാലമായി പാലിയേറ്റീവ് രംഗത്ത് നിതാന്തമായി അശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പാലിയേറ്റീവ് മെഡിസിനിൽ തന്നെ PhD എടുത്തിട്ടുണ്ട് ഡോക്ടർ മേരി പീറ്റർ. രണ്ടാമത്തെ ജൂറി അംഗം അവരാണ്. അതുപോലെ തന്നെ ജീസൺ മാസ്റ്റർ കേച്ചേരി സ്വന്തമായി ഒരു പാലിയേറ്റീവ് സ്ഥാപനത്തെ വളരെ മനോഹരമായി, വളരെ നന്നായി അദ്ദേഹം കൊണ്ടു നടക്കുന്നു. കൂടാതെ ജില്ലാ പാലിയേറ്റീവിന്റെ സാരഥി കൂടിയാണ്. ജില്ലാ പാലിയേറ്റീവിന്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സേവനം ഇപ്പോൾ തൃശ്ശൂർ ജില്ലക്ക് മുഴുവൻ ലഭ്യമാണ്. അദ്ദേഹം അങ്ങോളം ജില്ലയിൽ ഓടി നടന്ന് പാലിയേറ്റീവ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളും വളണ്ടിയർ സേവനങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ജൂറിയാകാൻ ഏറ്റവും പ്രഗത്ഭരും
ഏറ്റവും പരിചയസമ്പന്നരുമായ ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് വളരെ മനോഹരമായി നമുക്ക് കൊണ്ടുനടക്കാൻ സാധിച്ചതും ദൈവത്തിന് സ്തുതി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എന്റെ സഹപ്രവർത്തകരായ എല്ലാ പാലിയേറ്റീവ് പ്രവർത്തകർക്കും ഇതോടൊപ്പം ഞാൻ ഹൃദയംഗമായ നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഇനി പ്രോഗ്രാമിനെ തുടർന്ന് കുറച്ചു പേർക്ക് ഇവിടെ സമ്മാനം നടക്കുന്നുണ്ട്. ഫേസ് ഓഫ് പുതുമനശ്ശേരി എന്ന് പറയുന്ന പുതുമനശ്ശേരിയിലെ യുവജന കൂട്ടായ്മ പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും പാലിയേറ്റീവിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോടു കൂടി കെയർ ലവ് എന്ന ഒരു തീം കൊടുത്ത് ഒരു ചിത്രരചനാ മത്സരം നടത്തിയിരുന്നു. അതില് വിജയികളായവർക്കുള്ള സമ്മാനം ഇവിടെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് നടക്കേണ്ടത് നമ്മുടെ പ്രസിഡന്റിന്റെ മുഖ്യ പ്രഭാഷണമാണ്. ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. Thank you, sir. Thank you so much. And I really thank Kerala High Court retired judge, Mr. V. Kamal Pasha, for spending his valuable time with us despite his busy schedule. Thank you, sir. Thank you so much.